സ്റ്റിച്ചിങ് അല്ല ചെയ്യാൻ പോണത്, നമ്മളൊരു മെക്കാനിക്സ് ആണ് ചെയ്യാൻ പോണത്. അതായത് ഒരുവിധം ബുട്ടിക്കേഴ്സിൻ്റെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഉണ്ടാവും. പലർക്കും സംശയമാണ് നൂല് എങ്ങനെയാണ് ഇടേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്യേണ്ടത്. ഡസ്റ്റ് ആയി ഉണ്ടാവും, കുറെ കംപ്ലൈന്റ് ആയി ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് മന്ത്ലി 1 ടൈം മെക്കാനിക്കിനെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാവരും ഓവർലോക്ക് മെഷീൻ ക്ലീൻ ചെയ്ത് ത്രെഡ് ഇടുന്ന വീഡിയോ ആണ്. ചെറിയ ചെറിയ നമുക്ക് എങ്ങനെയാണ് ത്രെഡ് ഇടുക എന്നുള്ള ചെറിയ ഡൗട്ടുകൾ കാരണമായിരിക്കും നമ്മുടെ സ്റ്റിച്ച് കംപ്ലൈന്റ് വരുന്നത്. അപ്പം അതിനൊക്കെ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കാണ് ചെയ്യാറ്. അപ്പോൾ അതിനൊരു ചെറിയ അറിവ്, അധികം വൈഡായിട്ടുള്ള മെക്കാനിക്സ് അല്ല, നമ്മൾ ത്രെഡ് എങ്ങനെയൊക്കെ ഇടുക, അതുപോലെ എങ്ങനെയൊക്കെയാണ് നീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ മെഷീൻ ഇതാണ്. ഇത് കുറച്ച് ഡസ്റ്റൊക്കെ നന്നായിട്ട്, അതായത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡസ്റ്റായിട്ടും പിന്നെ ഓയിലൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു ഫംഗസും അതിലൊക്കെ നമ്മുടെ മെഷീൻ വന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാനെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനായിട്ട് നമ്മളൊരു വലിയ ബ്രഷും അതേപോലെ തന്നെ ഒരു ചെറിയ ഒരു 1/2 ഇഞ്ചിൻ്റെയും 1/4 ഇഞ്ചിൻ്റെയും ആയിട്ടുള്ള പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. കാരണം മെഷീൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ വലിയ ബ്രഷ് പോവില്ല, അപ്പോൾ നമുക്ക് ചെറിയ ബ്രഷ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം നൂലൊക്കെ റിമൂവ് ചെയ്തിട്ട് വലിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡസ്റ്റൊക്കെ നമ്മളിങ്ങനെ തട്ടിക്കളയാണ്. കുറേ എന്താ പറയുക, തയ്ക്കുമ്പോൾ കട്ടായി പോകണ തുണിയുടെ എഡ്ജ് കട്ടായി പോവും ഓവർലോക്കിലൂടെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഫാബ്രിക്കിൻ്റെ നാരുകളാണ് മെഷീൻ്റെ ഉള്ളിലേക്ക് പോണത്. അത് ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ ആവുമ്പോൾ സ്റ്റക്കൊക്കെ ആവും അവസാനം മെഷീൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. ചെറിയ വിടവുകളിലൊക്കെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിലത്തെ നാരുകൾ എടുത്ത് കളയുക, ഫാബ്രിക്കിൻ്റെ നാരുകൾ. ഇത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡസ്റ്റ് വരില്ല. വീക്കിലി 1 ടൈം നമ്മളിങ്ങനെ ഡസ്റ്റൊക്കെ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് തന്നെ നമ്മുടെ മെഷീൻ ഇരിക്കും. നമ്മളിവിടെ ഈ 3 ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മെഷീൻ്റെ ഓയിലും മണ്ണെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലത്തെ ഫംഗസ് മരുത്തെ എല്ലാ ഐറ്റംസും ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ മെഷീന്മേൽ 3 ത്രെഡുകളാണുള്ളത്. ഒന്ന് അടിയിൽ, അതേപോലെ തന്നെ 3 നീഡിലും ഉണ്ട്. ഫസ്റ്റത്തെ നീഡിൽ മാത്രമാണ് നമ്മുടെ മെഷീൻ നീഡിൽ മാറി കാണുന്നത്, ബാക്കി 2 നീഡിലും ഉള്ളിലാണ്. അങ്ങനെ നമ്മുടെ മെഷീൻ ഇവിടെ ക്ലീൻ ചെയ്തതായിട്ട് ഏകദേശം ഓൾമോസ്റ്റ് നീറ്റായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫസ്റ്റത്തെ മെഷീനും ഇപ്പോഴത്തെ മെഷീനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് നൂലിടുന്ന് നോക്കാം. നമുക്കിങ്ങനെ 3 നൂലുകളാണ്, വൈറ്റ് നൂലുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കളർ നൂലുകൾ നമുക്ക് ആക്കാം. ആദ്യം നമ്മൾ ബാക്കിലൊരു നമ്മുടെ ഫ്രെയിമിൻ്റെ സൈഡിലായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ കടത്തി വിട്ടതിന് ശേഷം നമ്മുടെ ഒരു ടെൻഷൻ ഡിസ്കിൻ്റെ അടിയിലായിട്ടൊരു പിന്നുണ്ടാവും. ആ പിന്നിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു പിന്നുണ്ട്. ആ പിന്നിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കയറ്റണേ. അതിനുശേഷം ടെൻഷൻ ഡിസ്കിൻ്റെ മുകളിൽ കൂടെ എടുത്ത് നമ്മളൊരു നീഡിലിൻ്റെ സഹായത്തോടെയാണ്, എല്ലാവർക്കും ഈ ഒരു പോർഷനിൽ നൂല് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വളരെ ഒരു എളുപ്പമാർഗ്ഗമാണ്. നമ്മൾ സൂചിയിൽ നൂല് കോർക്കുക, എന്നിട്ട് ആ ഹോളിൽ കൂടെ എടുത്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നൂല് ഇപ്പുറത്തോട്ട് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ കുറേ വട്ടം ഇങ്ങനെ കയറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനുള്ളിൽ കൂടെ നൂലെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ടൊരു കൊളുത്ത് പോലെ ഒരു ഭാഗമുണ്ട്, അവിടേക്ക് നമ്മൾ നൂല് കോർക്കണം. അതാണ് നമ്മുടെ സ്റ്റിച്ച്. അത് കോർത്തില്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് വരില്ല. ടെൻഷൻ ഡിസ്ക് ലിവർ ടാഗ് മൂവ് ചെയ്യുമ്പോൾ ആ നൂലാണ് വലിക്കുന്നത്. പിന്നെ ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ആ നൂലിനെ ആ പിന്നിലേക്ക് കൊളുത്തുന്നത്. ഞാൻ പറഞ്ഞു മെഷീന് 3 നീഡിലാണ് ഉള്ളത്. 2 നീഡിലെ കനം കൂടിയ നീഡിലാണ്. അതിന് 2 കൊളുത്തുണ്ടാവും കോർക്കാനായിട്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊളുത്താണ് ചെയ്യേണ്ടത്.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വല്ല പ്ലക്കിങ് മരത്തെ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നൂല് ഈസി ആയിട്ട് കോർക്കാവുന്നതാണ്. ഈ നൂല് കോർക്കാനായിട്ട് നമ്മൾ ആം ഉപയോഗിച്ചിട്ട് ഒന്ന് വീലൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂവ്മെൻ്റ് ആവും. അപ്പോൾ നമുക്ക് കോർക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ താഴത്തെ നൂലിടൽ കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡിലാണ് നൂലിടൽ വരുന്നത്. മുകളിൽ നൂലിടാൻ വളരെ ഈസിയാണ്. സൈഡിൽ നൂലിടുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു ബാറ് കാണാം. ബാറിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തിട്ട് നമ്മൾ ടെൻഷൻ ഡിസ്ക് ഊരിണ്ടായിരുന്നു. ടെൻഷൻ ഡിസ്ക് ഒന്ന് ടൈറ്റ് ചെയ്യാൻ, കാരണം അവിടെ നല്ല ഡസ്റ്റായിരുന്നു. നമ്മുടെ ഈ സ്റ്റിച്ചിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 3 ടെൻഷൻ ഡിസ്ക് ഉണ്ട്. ആ 3 ടെൻഷൻ ഡിസ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിൽ കംപ്ലയിൻറ്റ് വരും. നമ്മൾ ഈ ടെൻഷൻ ഡിസ്ക് കഴിഞ്ഞാൽ വീണ്ടും ആ അടിഭാഗത്ത് തന്നെ ചെയ്ത മാതിരത്തൊരു കൊളുത്തുണ്ടാവും. ആ കൊളുത്തു കൂടെ കയറ്റിയിട്ട് ഈ സൈഡിലും, അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത മാതിരി തന്നെ റൈറ്റ് സൈഡിലത്തെ നീഡിലും എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കോർക്കാണ് വേണ്ടത്. പ്ലക്കർ മറ്റേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നൂല് കോർക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇത് കിട്ടും. പലരുടെയും ആ സാധനം കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ മറ്റേ പ്ലക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കിട്ടും. അതായാലും നമുക്ക് ഈ നീഡിൽ കോർക്കാൻ എളുപ്പം തന്നെയാണ്. നൂല് കോർത്തയിൽ വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചസിൽ വല്ല കംപ്ലൈൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ അടിഭാഗത്ത് നൂല് കോർക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാറിൽ കൂടെ പോയി ടെൻഷൻ ഡിസ്ക് കവർ ചെയ്തിട്ട് ആ ലിവറിലേക്ക് കൂടെ കയറ്റി താഴത്തു കൂടെ വന്ന് നീഡിലേക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മുകൾ വശത്തായാലും നമ്മൾ ടെൻഷൻ ഡിസ്ക് കയറ്റി പിന്നിൽ കൂടെ കൊളുത്തി മേലെ 2 ടെൻഷൻ ഡിസ്ക് പോലെയുണ്ട്. അതിൽ കൂടെ വന്ന് നേരെ സൂചി, നമ്മുടെ മെഷീൻ സൂചിയുടെ പോലെ തന്നെയാണ് അതിൽ കൊടുക്കുന്നത്. ഇൻ്റർലോക്ക് മെഷീൻ്റെ പോലെയാണ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ഇടുന്നത്. നമുക്ക് സാധാരണ മെഷീൻ നമുക്ക് സൈഡിൽ കൂടെ ഇടുന്നത് മേലെ നിന്ന് ഫ്രണ്ടിലേക്കാണ്. നമുക്കിനി തയ്ച്ച് നോക്കാം എങ്ങനെയുണ്ട്, സ്റ്റിച്ച് റെഡിയായോ നോക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മറ്റേത് ഈ നാരുകളൊക്കെ കുടുങ്ങിയിട്ട് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട് മെഷീൻ. അപ്പം നമ്മുടെ ഇന്നത്തെ ഓവർലോക്കിൽ നൂലിടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. See you in another video. Bye.